ഇത് 2025. നിങ്ങൾ ഇത്ര നാൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ എന്ന് പറയുന്നത് 2013 വീഡിയോ ആണ്. സ്വാഭാവികമായിട്ടും ഇതിനിടയ്ക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞു. പ്രധാന വ്യത്യാസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം നടന്നു എന്നുള്ളതായിരുന്നു. ഏതായാലും 12 വർഷം മുമ്പ് ചെയ്ത ആ റൂഫ് ഷീറ്റിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവരും കാണിച്ചത്. മുകളിൽ നിന്ന് തുടങ്ങാം. മുകളിലേക്ക് കയറാനായിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് പണിതിരുന്നു. 2020 ആണ് ഈ സ്റ്റെപ്പ് പണിത്. പഴയ പൈപ്പും ആക്രി സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഈ സ്റ്റെപ്പ് പണിതിട്ടുള്ളത്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാശ് മുടക്കൊന്നും ചെയ്തില്ല. പഴയ സാധനങ്ങളൊക്കെ അപ്പം ഇത് മുകളിലോട്ട് കയറാന്ന് വെച്ചാൽ മാങ്ങയൊക്കെ ഇഷ്ടംപോലെ വീണ് കിടക്കുന്നുണ്ട്. അത് മാങ്ങ തിന്നാനുള്ള ആളുകളൊന്നും ഇല്ല. കംപ്ലീറ്റ് കിളി കാക്കയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷീറ്റിൻ്റെ അവസ്ഥ കാണണമെങ്കിൽ അങ്ങോട്ട് പോകേണ്ടി വരും. ജസ്റ്റ് അവിടെ വരെ നോക്കാം. ഇതിങ്ങനെ ഷീറ്റുമ്പോൾ ചവിട്ടി വേണം ബോൾട്ട് ഇട്ട ഭാഗത്ത് ചവിട്ടിൻ്റെ കൂടെ ഒരു ബോൾട്ട് ഉണ്ട്. ഈ ബോൾട്ട് ഇട്ട ഭാഗത്ത് വേണം ചവിട്ടാൻ, അല്ലെങ്കിൽ അത് താഴോട്ട് പോകും. പക്ഷേ ഈ മാങ്ങയൊക്കെ ധാരാളം ചീഞ്ഞും വീണൊക്കെ കിടപ്പുണ്ട്. ഇഷ്ടംപോലെ മാങ്ങ കിടപ്പുണ്ട്. ഏതായാലും പതിയും ഈ ബോൾട്ടിട്ട ഭാഗത്തേക്കും പതിയെ നടന്നു പോവാം. ഇതാണ് ഇതിൻ്റെ ഇടയിൽ കൂടി പോകുന്നതുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ആവുമെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ നിറയെ ചവറും മാങ്ങയും കിടപ്പുണ്ട്. ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇങ്ങനെ വരുന്നത്. തീർച്ചയായിട്ടും മഴയുണ്ട്. ഇതാണ് 12 വർഷത്തിന് ശേഷമുള്ള. അവിടെ ഒരു മാവുണ്ട്. ആ മാവിൻ്റെ അടിയിൽ നിറയെ ചവറുണ്ട്. ആ ചവറ് കളഞ്ഞിട്ടില്ല. അതിന് അത് കളയണം. സാധാരണ കുഞ്ഞുമണിയാണ് എല്ലാ വർഷവും കൃത്യമായിട്ട് കയറി ചവറ് കളയാറ്. ചെറിയൊരു പൂപ്പലുണ്ട്. മഴ പൊടിഞ്ഞു തുടങ്ങി. മഴ പൊടിയുണ്ട്. ഇതിൻ്റെ ഈ ബോൾട്ടിൻ്റെ ഈ ഭാഗമൊക്കെ ഇട്ടിരുന്ന ബോൾട്ട് സ്റ്റീൽ ബോൾട്ടാണെങ്കിലും അതിൻ്റെ സൈഡ് തിരുമ്പായി തുടങ്ങിയിട്ടുണ്ട്. കമ്പനി 15 വർഷമാണ് അതിന് ഷീറ്റിന് ആയുസ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആ ഭാഗമൊക്കെ നന്നായിട്ട് തുരുമ്പായിട്ടുണ്ട്. അവിടുത്തെ ബോൾട്ട് മിക്ക ബോൾട്ടിൻ്റെ അവിടെയും തുരുമ്പായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഷീറ്റ് ബോൾട്ട് ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ആ കയറ് കെട്ടി വെച്ചിരിക്കുന്നത്. എൻ്റെ ടങ്കീസ് ഇവിടെ ചൂണ്ടനാര് കെട്ടി വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയാണ്, പറക്കാതിരിക്കാൻ. 1-2 പ്രാവശ്യം പറന്നത്. അപ്പോൾ 12 വർഷത്തിന് ശേഷമുള്ള ഷീറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇതിൻ്റെ മുകളിലൊക്കെ നിറയെ മാങ്ങ വീണ് കിടക്കാം, ചവറും. അതുകൊണ്ടാണ് ഈ ഭാഗം ഇത്രയും പിടിച്ചത്. ഈ 2 വർഷം കൂടി കഴിഞ്ഞാൽ കമ്പനി പറഞ്ഞ ഷീറ്റിൻ്റെ ആയുസ് തീരും. അല്ല, മഴക്കാറുണ്ട്, ചെറിയ തോതിൽ മഴയും പൊടിയുണ്ട്. അപ്പോൾ ഞാൻ താഴേക്ക് പോയേക്കാം. ഇതാണ് 12 വർഷത്തെ. നല്ല കാറ്റുണ്ട്. അപ്പോൾ ഞാനും പോട്ടെ.
മഴ കൂടുന്നതിന് മുമ്പ് പോയില്ലെങ്കിൽ ശരിയാവില്ല. എനിക്കാണെങ്കിൽ പനിയുണ്ട്. താഴേക്ക് പോവാം. ഇതിങ്ങനെ വാങ്ങി മാറ്റിയിട്ടൊക്കെ വേണം പോവാൻ. അത് കൃത്യമായിട്ട് ബോൾട്ടിൻ്റെ ഭാഗത്ത് ചവിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചളങ്ങും, ഷീറ്റ് ചളങ്ങും. ചിലപ്പോഴല്ല, ചളങ്ങും. അപ്പോൾ അതിലേക്ക് വേണം ചവിട്ടി പോവാൻ. അതുപോലെ ഇങ്ങനെ ഓരോ ഭാഗവും ഈ ബോൾട്ടിൻ്റെ ഭാഗം കണക്കാക്കി ചവിട്ടി പോകും. ചിലതിലൊക്കെ നിറയെ മണി കണ്ടിനേച്ച് സാധനമൊക്കെ വന്നിരിപ്പുണ്ട്. ഈച്ചകളുടെ ബഹളമാണ്. അപ്പോൾ ഇനി താഴെ ചെന്നിട്ട് കാണാം. ഇത് കുഞ്ഞമ്മണിയും ഞാനും കൂടി തല്ലിക്കുട്ടി ഉണ്ടാക്കിയൊരു സ്റ്റെപ്പാണ്. ആക്രയൊക്കെ ഉപയോഗിച്ച് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. നേരത്തെ ഒരു കുതിര അല്ലെങ്കിൽ സ്റ്റാൻഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ പിടിച്ച് കയറുന്ന പരിപാടിയായിരുന്നു. പക്ഷെ അത് ഡേഞ്ചറസ് ആയിട്ട് തോന്നിയുകൊണ്ട് തൽക്കാലം ചെറിയൊരു ഇതാക്കി വെച്ചു. അപ്പോൾ ഭിത്തിയമേക്കെ നിറയെ ഇത് കയറി പിടിച്ച് മഴക്കാലാകുമ്പോഴേക്കും കയറും. ചെറിയൊരു വെച്ചതാണ്. അപ്പോൾ ഇതാണ് സ്റ്റെപ്പിൻ്റെ അവസ്ഥ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. ഓടിക്ക് പെട്ടെന്ന് വരാം എന്നുള്ള ഉദ്ദേശം. ഈ ചവറൊക്കെ കിടക്കണോണ്ടേ ചവറൊക്കെ ഒന്ന് മാറ്റണ്ടേ, അപ്പോൾ അതിനു വേണ്ടി ചെയ്താണ് സ്റ്റെപ്പ്. ഓക്കെ, ഇത് ഇറങ്ങാൻ ബുദ്ധിമുട്ടില്ല. എന്നാലും എനിക്കിപ്പോൾ ഒത്തിരി ഇതുള്ളതുകൊണ്ട് ആരോഗ്യക്കുറവുണ്ട്. ഓക്കെ ഓക്കെ മഴക്കാറുണ്ട്. അതിനിടയ്ക്ക് ഇവിടെ മുളയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പാവം. അപ്പോൾ അതൊക്കെ വലുതായിട്ടുണ്ട്. ഇപ്പോഴും വന്നുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോഴും ശരിക്കും വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് മുള. എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് പോവാം. ഇപ്പം ഞാനൊന്നും നോക്കണില്ല, ആ പ്രശ്നം. ഇതൊക്കെ പനിയൊക്കെ വെച്ച് ഇവിടെ വേറെ മാറ്റി മുളയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. തൊട്ടുള്ള കാഴ്ചക്കും പുറത്തത്രയും പൂപ്പൽ പിടിച്ചിട്ടില്ല. കാരണം പുറമുണ്ട്. അകത്ത് പൊടിയും ഈർപ്പവും വന്നിട്ട് അതിൻ്റെ പൂപ്പൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡിലുള്ള കോർണി പോലെ പിടിപ്പിച്ചിരിക്കുന്നത് തെർമോക്കോളാണ്. തെർമോക്കോളിൽ തുണി ഒട്ടിച്ച് അത് ഉണ്ടാക്കുന്നൊരു വീഡിയോ വേറെ ഉണ്ട്. അതെവിടെയെന്ന് നോക്കിയിട്ട് ഈ കാണുന്ന കോർണി പോലെ ഉണ്ടാക്കിയിരിക്കുന്നത് തെർമോക്കോളിൽ തുണി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതൊക്കെ കുഞ്ഞമ്മണിയുടെ ഐഡിയ ആണ്. തുണി ഒട്ടിച്ചിട്ട് ഫെവിക്കോളിട്ട് ഒട്ടിച്ചിട്ട് ഹാർഡാക്കും തെർമോക്കോൾ. അതിന് ശേഷം ഇതിലൊട്ടിച്ച് പിടിപ്പിച്ച വെയിറ്റും കുറയും, നല്ല ബലമാണ്, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതിരുന്നോളും ചെയ്യും, ചിലവും കുറവാണ്. ആണ് ഇതിൻ്റെ പരിപാടി. അപ്പം അന്നൊക്കെ ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്തില്ല. എന്താ പറയുക, പൊട്ടിയിടാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ചെയ്തില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് അകത്തോട്ട് നോക്കാം. അകത്തോട്ട് നോക്കുമ്പോൾ ഇത് ഇച്ചിരി പൂപ്പൽ പോലെ പിടിച്ചിട്ടുണ്ട്. പൂപ്പലല്ലാതെ ഒരു തരം പൊടിയാണ്. ഇതിന് ഈർപ്പം വരും. എല്ലാ വർഷവും മഴക്കാലത്ത് ഇവിടുന്ന് ഈർപ്പം കയറിയിട്ട് തുള്ളി തുള്ളിയായിട്ട് നിൽക്കും. അതും ഈ പൊടിയും കൂടി ചേർന്നിട്ടാണ് ഈ കളറ് ഫെയ്ഡ് ആകണത്. അതൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഇത്രയും ഷീറ്റുകൾ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമില്ല. അതൊക്കെ മെനക്കെട്ട പണിയാണ്. 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഷീറ്റ് വേണമെങ്കിൽ മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, അവിടെ ഇരിക്കട്ടെ, വേറെ നിവൃത്തിയില്ല. ഏതായാലും എന്നെക്കൊണ്ട് ഇനി ഒറ്റയ്ക്കൊന്നും സാധിക്കില്ല. ഷീറ്റ് മാറ്റലോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എൻ്റെ
ശക്തി കേന്ദ്രം നഷ്ടപ്പെട്ടു പോയി. അപ്പം എന്നെ കൊണ്ട് ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് പറ്റില്ല. അത് എൻ്റെ ഏറ്റവും പ്രധാന ശക്തി നഷ്ടപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു കിച്ചൺ പോലെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞമ്മണി ഞാനും. അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന മാറ്റങ്ങൾ വന്നത്. അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി ടേബിളും ഇവിടെ ചെയ്യാനും വർക്ക് ഏരിയ ചെറിയൊരു ഇവിടെ ഒരു സ്റ്റൗവും കാര്യങ്ങളൊക്കെ വെച്ച് സിങ്കും അതൊക്കെ വെച്ചിട്ട് ചെറിയൊരു കിച്ചൺ പോലെ. അത് ക്ലീൻ ചെയ്തിട്ടേ ഇല്ല. 4 മാസമായിട്ട് ഞാനിത് ക്ലീൻ ചെയ്തിട്ടില്ല. 4 മാസമായിട്ട്. കുഞ്ഞമ്മണി നഷ്ടപ്പെട്ടതിന് ശേഷം ഞാനിത് ക്ലീൻ ചെയ്തിട്ടേ ഇല്ല. പ്രധാന നഷ്ടം കുഞ്ഞമ്മണിന്. അതല്ല, പാത്രങ്ങളൊക്കെ പൊടി പിടിച്ചിരിക്കുകയാണ്, ഉപയോഗിക്കണേ ഇല്ല. 4 മാസമായിട്ട് പാത്രങ്ങളൊന്നും ഉപയോഗിക്കണില്ല. എല്ലാം പൂപ്പൽ പിടിച്ച് പൊടി പിടിച്ചൊക്കെ നശിച്ച് എല്ലാം. അപ്പോൾ ഇതാണ് അവസ്ഥ. പൂപ്പലും മറാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും. ഈ മുറിയിലുള്ളതിൻ്റെ റൂഫ് സീലിങ് അന്നത്തെ മഴയ്ക്ക് തന്നെ നശിച്ചു. നിറയെ പൂപ്പൽ പിടിച്ച് ആയാലമ്പായി. അപ്പോൾ ഇത് മാറ്റണമെന്ന് കുഞ്ഞുമണി പറഞ്ഞിരുന്നു. മാറ്റിയിട്ട് ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ സാധാരണ റൂഫിംഗ് ഷീറ്റ് തന്നെ, ഈ ക്ലാഡിങ് ഷീറ്റ് ഉണ്ട്, ക്ലാഡിങ് ഷീറ്റ് വാങ്ങി, കാലം കുറഞ്ഞ ക്ലാഡിങ് ഷീറ്റ് വാങ്ങിയിട്ട് പൈപ്പ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ കിടന്നോളും എന്ന് പറഞ്ഞു. വൈറ്റ് ക്രീം ക്ലാഡിങ് ഷീറ്റ് വാങ്ങിയാൽ മതിയല്ല. പക്ഷെ അത് ചെയ്യുന്നതിനൊക്കെ മുമ്പേ ഇവിടെയൊക്കെ താഴെയൊക്കെ ആകെ ഇതായി കിടക്കുകയാണ്. 4 മാസമായിട്ട് ഒരു തരത്തിലുള്ള സംഗതികളും ഇവിടെ നടക്കണില്ല. ക്ലീനിങ് പോയിട്ട് ഒരു സാധനം നടക്കണില്ല. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ചെയ്യണമെന്നുണ്ട്. ഇങ്ങനെ കിടക്കാൻ അവൻ അനുവദിക്കാറില്ല. ഇതുപോലെ വേസ്റ്റായിട്ട് കിടക്കാൻ പാവം അവൻ അനുവദിക്കാറില്ല. എപ്പോഴും ക്ലീൻ ആക്കി വെച്ചിരുന്നവനാണ്. എൻ്റെ മനസ്സ് ഒരിക്കലും സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നാലും അവന് വേണ്ടി ചെയ്യേണ്ടി വരും എനിക്ക്. പാവം. അവൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ പെട്ടിയിലേക്ക് പതിയെ മാറ്റുകയാണ്. അവൻ്റെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് 12 വർഷത്തിന് ശേഷമുള്ള റൂഫിങ്ങിൻ്റെ അവസ്ഥ. നമ്മുടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള അവസ്ഥ. ഇത് മാറാലൊന്നും തൂത്തിട്ടില്ല. സാക്കല്ലാതെ അതോടെ തന്നെ കിടക്കുക. എല്ലാ മാസവും കൃത്യമായിട്ട് മാറാലയൊക്കെ തൂത്ത് വൃത്തിയാക്കി വെച്ചിരുന്ന റൂമാണത് എല്ലാ മാസവും. പക്ഷേ ഇപ്പോൾ ഒരു പരിപാടിയും നടക്കുന്നില്ല. ആകെ ചപ്പും ചവറും എല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ആക്രി നിറച്ച് വെച്ചിരിക്കുന്ന സ്ഥലം പോലെ ആയിട്ടുണ്ട്. ഇനി അവന് വേണ്ടി ഞാനിത് ചെയ്യേണ്ടി വരും. മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആ സമയത്ത് എന്തായാലും ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ആകെയുള്ള മാറ്റമല്ല, മാറ്റം വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞാണ്. ഇപ്പോൾ പ്രധാനം കിച്ചൺ ഇങ്ങോട്ടൊക്കെ മാറ്റി. ഓക്കെ. എന്തായാലും അവൻ നിഴൽ പോലെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ പുറകിലേക്കുണ്ട്, എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ നിഴൽ പോലെ നിൽക്കുന്നു. എപ്പോഴും ഉണ്ടാവും എൻ്റെ ചങ്കിൽ എൻ്റെ കുഞ്ഞുമണി. അവനുണ്ടെങ്കിലേ എനിക്ക് ഊർജം ഉണ്ടാവുള്ളൂ, എന്ത് ചെയ്യാനുള്ള ധൈര്യം. മോനെ
ഞാനും ഉണ്ട് കൂടെ. ഓക്കെ, ഇനി വർക്കുകളുടെ വീഡിയോ ഇഷ്ടം പോലെ ഉണ്ട്. അത് സാവധാനം വരും. സാവധാനമല്ല, ഒപ്പം തന്നെ ഇടാമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, എപ്പോഴും ശബ്ദമുഖരിതമായിരുന്നു ഈ ഏരിയ, ഈ ഒരു ഭാഗം. പക്ഷെ അതിപ്പോൾ ഫുള്ളായിട്ട് ബ്ലാങ്കായിപ്പോയി, നിശബ്ദമായി, അനാഥമായി. ഇതാ ഉണിക്കുന്ന പാത്രങ്ങൾ, അവൻ്റെ കസേരകൾ, ഒന്നും ഞാനിവിടെ വൃത്തിയാക്കാറ് പോലുമില്ല. 4 മാസമായി വൃത്തിയാക്കിയിട്ട്. ആകെ പൊടിയും അഴുക്കും പൂപ്പിലൊക്കെ പിടിച്ചു കിടക്കും. എന്തോ എനിക്കങ്ങനെ തോന്നിയില്ല. അവന് വേണ്ടിയാണ് വൃത്തിയൊക്കെ ആക്കിക്കൊണ്ടിരുന്നത്. കുഞ്ഞുമണിക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. കുഞ്ഞ് നഷ്ടപ്പെട്ടതോടെ എല്ലാം നിശബ്ദമായി പോയി. ഈ റേഡിയോ വെച്ച് അതിലുള്ള പാട്ടും കേട്ടാണ് ഉച്ച നേരത്തെ ഇവിടെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്നത്. പാവം. നല്ല പാട്ടുകൾ വരുമ്പോൾ അതിനൊപ്പം മൂളിപ്പാട്ടും പാടി രസകരമായിട്ട് അല്ലേ, എല്ലാം ഒരു സ്വപ്നം പോലെ. ഒന്നും എനിക്ക് വ്യക്തമാകുന്നില്ല. നഷ്ടത്തിൻ്റെ ഇത് വലിയൊരു നഷ്ടമാണ്. വലിയൊരു നഷ്ടം എന്നല്ല, ലൈഫിൽ ഇനി ഇങ്ങനൊരു നഷ്ടം എനിക്ക് വരാനില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ ലൈഫിൽ ഇനി എനിക്ക് ഇതിലും വലിയൊരു നഷ്ടമില്ല. അത് മാത്രമേ എനിക്ക് ഇനിയിപ്പോൾ പറയാനുള്ളൂ. അവനെക്കുറിച്ചുള്ള വീഡിയോ എപ്പോഴെങ്കിലൊക്കെ ഇടാം. അവൻ്റെ കാര്യങ്ങളും ഉണ്ട്, സാധനങ്ങളും. ഓക്കെ, അപ്പോൾ ഈ ഷീറ്റ് പിടിപ്പിക്കാനായിട്ട് ആവശ്യമുള്ള ക്രോസ് വയറ്റിൽ പൈപ്പ് പിടിപ്പിക്കാൻ ഇങ്ങനൊരു ക്ലാമ്പാണ് അന്ന് സെറ്റ് ചെയ്തത്. അത് അന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ധൃതിക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ പറ്റിയില്ല. അപ്പോൾ ഇത് ആണ് ഈ പൈപ്പും ആംഗ്ലറല്ല, താഴത്തെ സ്ക്വയർ പൈപ്പും റൗണ്ട് പൈപ്പും തമ്മിലുള്ള ജോയിൻ്റ് ഇതാണ്. അതിന് പറ്റുന്നൊരു ക്ലാമ്പ് ഞങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. പിന്നെ ഷീറ്റ് പിടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതാ ആ മുകളിൽ കാണുന്ന ഇത് അവിടെ പുറത്തേക്ക് വരുമ്പോൾ ബോൾട്ട്, ആ ബോൾട്ട് നേരെ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുമ്പോൾ കൊളുത്തിയിട്ടേക്കാണ് ഷീറ്റ്, വെറുതെ കൊളുത്തിയിട്ടിരിക്കുകയാണ്. അത് താഴേക്ക് സ്ലോപ്പ് ആയതുകൊണ്ട് അങ്ങനെ കിടക്കും. അതാണ് എൻ്റെ സിസ്റ്റം. ഷീറ്റ് മുഴുവൻ പിടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എല്ലായിടത്തും ഒട്ടുമിക്ക ഭാഗത്തും അത് തന്നെയാണ്. ഈ പൈപ്പ് പിടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ അവിടെ അപ്പോൾ അതാണ് എൻ്റെ ഏർപ്പാട്. അത് കുഞ്ഞമ്മണി ഞങ്ങൾ കണ്ടെത്തിയ ഞങ്ങൾക്ക് ചെയ്യാവുന്ന, എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പരിപാടി. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നിന്ന് ആ പൈപ്പിൽ നിന്ന് ക്ലാമ്പ് ചെയ്ത് താഴേക്ക് ടൈറ്റ് ചെയ്ത് പിടിപ്പിച്ചു. അവിടെ ഇരുന്നോളും.
12 വർഷമായിട്ട് ഒരു അനക്കവും സംഭവിച്ചിട്ടില്ല. ഓക്കെ. ഇനി 2:1 സ്ക്വയർ പൈപ്പ് ഭിത്തിയിലേക്ക് പിടിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്. അവിടെ ഒരു ആംഗ്ലർ കട്ട് പീസ് ഇപ്പുറത്ത് ശരിക്കും കാണാൻ പറ്റും. ആംഗ്ലർ കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് ഇതിപ്പോൾ നമ്മൾ വെൽഡ് ചെയ്തിരിക്കുകയാണ്. പൈപ്പിലേക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് അത് താഴേക്ക് സ്ക്രൂ ചെയ്താണ് ഭിത്തിയിലേക്ക് പിടിപ്പിച്ചത്. ഭിത്തികളിൽ മുഴുവൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സൈഡിൽ നിന്ന് ഹോൾട്ട് പൈപ്പുകൾ ബോൾട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് മതിയാവും. അങ്ങനെയാണ് എല്ലാ ഭാഗത്തും ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്ത് ചിലപ്പോൾ ചെറുതായിട്ട് കാണാൻ പറ്റും. കാണിച്ചു തരാം. ഉണ്ട്, കയ്യിലിരിക്കുന്ന ആട്ടമാണ്. ആംഗ്ലറിൻ്റെ പീസ് താഴേക്ക് പിടിപ്പിച്ചിട്ട് സൈഡിൽ നിന്ന് പൈപ്പിലേക്ക് ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുക. ബോൾട്ട് പിടിപ്പിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. ആണ് ഭിത്തിയിലേക്ക് പൈപ്പ് പിടിപ്പിച്ചിരിക്കുന്ന സംഗതി. ഓക്കെ. ആ സിസ്റ്റം മുഴുവൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും കാലത്ത് ഇതൊക്കെ പൊളിച്ച് മാറ്റേണ്ടി വരുമ്പോൾ വളരെ ഈസി ആയിട്ട് പൊളിക്കാനുള്ള സൗകര്യവും എല്ലാം കണക്കിലെടുത്താണ് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉള്ള വർക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഹെവി ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഇത് ഭിത്തി കെട്ടിയ സാധനമായിട്ട് അങ്ങനെ വലിയ ഉറപ്പൊന്നും വരേണ്ട ആവശ്യമില്ല. 4 കാലിൽ കുത്തി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രസ് ചെയ്യുമ്പോൾ സ്ക്രൂ നന്നായിട്ട് നല്ല രീതിയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവിടെ ഇരുന്നോളും. ഇത്ര നാളായിട്ടും 12 വർഷമായിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കാറ്റും മഴയൊക്കെ, നല്ല കാറ്റ് വീശുന്ന സ്ഥലമാണ്. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇനി നല്ല കൊടുങ്കാറ്റൊക്കെ വീശിയാൽ എന്തായാലും പറന്നു വീഴും. അത് ഇപ്പോൾ എത്ര സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച ഡ്രസ്സാണെങ്കിലും പറക്കും. അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ആ ഭാഗത്ത് ശരിക്കും കാണാൻ പറ്റും. ആണ് അതിൻ്റെ സിസ്റ്റം. പൈപ്പിലേക്ക് അടിയിൽ നിന്ന് ബോൾട്ട് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരു ബില്ല് പോലും നീങ്ങില്ല. അവിടെ ഇരുന്നു വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടത്താം. ഈ പിടിപ്പിച്ചിരിക്കുന്ന അരേഞ്ച് പൈപ്പ് എന്ന് പറയുന്ന സാധനം GI പൈപ്പാണ്. ആകുമ്പോൾ തുരുമ്പാവുകയില്ല. അല്ലെങ്കിൽ നമ്മളത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് തുരുമ്പാവാൻ തുടങ്ങും. അപ്പം അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ആശയങ്ങൾ. നമ്മളെപ്പോഴും പുതിയ ആശയങ്ങളിൽ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അപ്പോഴും എല്ലാവരും ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരണം. അതാണ് ഞങ്ങളുടെയൊക്കെ. കുഞ്ഞമ്മണിയും ഞാനും അങ്ങനെ തന്നെയാണ്. എപ്പോഴും വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല. 2 പേരും കൂടി ചേർന്നാണ്, ഞങ്ങൾ 2 പേരും കൂടി ചേർന്നാണ് ഇത് മുഴുവൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടേതായ ചില പരിപാടി. ഞങ്ങൾക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കയറിയൊന്നും സ്ക്രൂ എടുക്കാനുള്ള സംവിധാനമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സിസ്റ്റം ഉണ്ടാക്കിയതാണ് സിമ്പിളായിട്ട്. മുകളിൽ തന്നെയാണ് കൊടുത്തത് എന്നാലും. അപ്പോൾ ഇതൊക്കെയാണ് റൂഫ് ടോപ്പിൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. 2013 ശേഷം 12 വർഷത്തിന് ശേഷമുള്ള ഇതിൻ്റെ അവസ്ഥ ഇതാണ്. ഇതാണ് ശരിക്കുള്ള അതിൻ്റെ സിസ്റ്റം. നമ്മൾ ക്ലാമ്പ് നേരെ മുകളിലേക്ക് സ്ക്രൂ എടുത്തിട്ട് ക്ലാമ്പ് ചെയ്തിരിക്കുന്നത്. ഈ എൻഡ് ആയതുകൊണ്ട് അടുപ്പിച്ചടുപ്പിച്ച് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ കാറ്റടിച്ച് പറക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അടുപ്പിച്ചടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഒട്ടുമിക്ക ഭാഗത്തും ക്ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഷീറ്റ് പിടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ നിന്ന് സ്ക്രൂ ചെയ്യാം. പക്ഷേ ഇത് റൗണ്ട് പൈപ്പാണ് ഒന്നാമത്തത്. അപ്പോൾ അത് തുരുമ്പാവാതെ GI പൈപ്പാണ്. റൗണ്ട് പൈപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്ക്രൂ എടുക്കാൻ ബുദ്ധിമുട്ടല്ല, സ്ക്രൂ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം ഈ ഒരു മെത്തേഡ് അത്രേ ഉള്ളൂ. അപ്പോൾ അതുമ്പോൾ തന്നെയാണ് പാത്തിയും പിടിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും എൻഡിലുള്ള സംഗതി.
അതുപോലെ തന്നെ എല്ലാ പൈപ്പിനും തിരുമ്പാവാതിരിക്കാൻ സിമെൻ്റാണ് വെച്ചാണ് അടച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഹോള് സിമെൻറ്റിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ഉള്ളിൽ തെർമോക്കോളിൻ്റെ ചെറിയൊരു പീസ് കയറ്റി വെച്ചിട്ട് പുറമേ നിന്ന് ചെറിയ തോതിൽ ഒരു കഷ്ടിച്ച് ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ കനത്തിൽ ചെറിയ തോതിൽ സിമെൻറ്റ് കയറ്റി അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഞയറ് കയറില്ല, അതുകൊണ്ട് ഉള്ളിൽ നിന്ന് തുരുമ്പാവില്ല. എല്ലാ എൻഡിലും ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പൈപ്പിൻ്റെ ഡമ്മിയൊന്നും വെച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ. അതൊക്കെ അപ്പച്ചൻ കാണിച്ചു തന്ന ഒരു ഐഡിയ ആണ് ഇങ്ങനൊരു സിസ്റ്റം. അപ്പോൾ അതും അവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ അന്ന് കൃത്യമായിരുന്നു, എല്ലാ ഷീറ്റിൻ്റെ അളവായാലും പൈപ്പിൻ്റെ അളവായാലും കൃത്യമായിരുന്നു. ഒട്ടും ബാക്കി വന്നില്ല എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ അത്രയ്ക്കും പെർഫെക്ഷൻ അളവായിരുന്നു കുഞ്ഞമ്മണിയുടെ. അവനാണ് അളവെടുത്തത്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും വേസ്റ്റേജ് ഉണ്ടായില്ല. ഷീറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ കൃത്യമായിരുന്നു. എല്ലായിടത്തേക്കും കറക്റ്റായിട്ട് ഒരു പക്ഷേ അപ്പച്ചൻ്റെ അനുഗ്രഹമോ, പുള്ളി അങ്ങനെയാണ്, അപ്പച്ചൻ അങ്ങനെയാണ്. എന്ത് സാധനം എടുത്താലും കൃത്യമായിരിക്കും. അങ്ങനെ ആ ഒരു ഇത് അവന് കിട്ടിയിട്ടുണ്ട്, ബാബുവിന് കിട്ടിയിട്ടുണ്ട്. അവനാണ് ആ അളവെടുത്തത് മുഴുവൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നല്ല കൃത്യം അളവായിരുന്നു. ഒരു കഷ്ണം പോലും ഞങ്ങൾക്ക് സാൽവേജിലേക്ക് കളയേണ്ടി വന്നില്ല. അത്രയും ഒരു തരത്തിലും പാടില്ലാതെ പെർഫെക്റ്റായിട്ട് അളവുണ്ടാക്കി. അതും കൂടി ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കണം. അപ്പം ഇനി ബെഡ്റൂമിൻ്റെ ഫോൾ സീല് ചെയ്യുന്ന ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനി അടുത്ത വീഡിയോകളിലൊക്കെ അതുണ്ടാവും. പിന്നെ കോലായി ലിഫ്റ്റ് ചെയ്യുന്നത്, കോലായിയുടെ ആ സൈഡൊന്നും ഞങ്ങളിതുവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഫിനിഷ് കാണിച്ചിട്ടില്ല. അപ്പോൾ കോലായി ഒന്ന് പൊക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിന് ഒരു ഫ്ലോറ് നമ്മളിവിടെ നിന്ന് കിട്ടിയ ഇതൊക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ വീഡിയോസ് അടുത്ത് വരും. ഓക്കെ. പ്രധാനമായിട്ടും ഇത്തരം വീഡിയോസ് ഞങ്ങൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ വലിയ ആനയും ചേനയും പൂനയൊന്നും ഇല്ല ഇതിനകത്ത്. ആർക്കും ചെയ്യാം. ഞങ്ങൾക്ക് ഒരറിവില്ല ഇതിനെക്കുറിച്ച്. അപ്പച്ചൻ പറഞ്ഞു തന്നാൽ കുറച്ച് ഐഡിയകൾ മാത്രമേ ഉള്ളൂ. അപ്പച്ചൻ പഠിപ്പിച്ചു തന്നാൽ കുറച്ച് വർക്കുകൾ, ടൂൾസ് കൈകാര്യം ചെയ്യാനുള്ള കുറച്ച് കഴിവുകൾ, അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ഇതിനകത്ത് എക്സ്പീരിയൻസുള്ള ആൾക്കാരോ ഒന്നുമല്ല. ഞങ്ങളുടെ ജോലിയായിട്ട് ഇതൊരു ബന്ധമില്ല. ഞങ്ങൾക്കിതൊരു ത്രില്ലാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. ഞങ്ങൾക്കൊരു ത്രില്ലാണിത്. ഇത്ര എന്തെങ്കിലും ജോലികൾ ചെയ്യുക, അതൊക്കെ ഞങ്ങളുടെ ഒരു ഫുൾ ടൈം ആക്റ്റീവായിരിക്കുക. ഇതാണ് ഞങ്ങളുടെ സിസ്റ്റം. ചില ആളുകൾ ഞങ്ങൾ ഉറങ്ങിയും കഴിയുന്നവരാണ്, 24 മണിക്കൂർ ഉറങ്ങുന്നവരാണ്, ഉച്ചവരെ കിടന്നുറങ്ങും എന്നൊക്കെ വെറുതെ ഞങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. അവർക്കൊരു രസമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ, അങ്ങനെ പറഞ്ഞവർ അങ്ങനെ ആ വഴിക്ക് പൊക്കോട്ടെ, നമ്മളതൊന്നും ശ്രദ്ധിക്കണ്ട. ഞങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഞങ്ങൾ ചെയ്യും. ജോലി ചെയ്യാത്തത് മരിക്കുമ്പോൾ മാത്രമാണ്. അതുവരെ ഞങ്ങൾ ജോലി ചെയ്യും. പക്ഷെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനാകെ ബ്ലാങ്കാണ്. കാരണം ഞാനാകെ കൺഫ്യൂഷനിലാണ്. മറ്റേത് ഞാൻ അവനോട് അഭിപ്രായം ചോദിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. എനിക്കിപ്പോൾ അഭിപ്രായം ചോദിക്കാനൊരു വ്യക്തി എൻ്റെ കൂടെ, എന്നാലും എൻ്റെ ഉള്ളിലുണ്ടവൻ. ഞാനിനി തുടങ്ങണം. എനിക്ക് രണ്ടാമതൊന്ന് ക്ലിയർ ചെയ്യണം. അപ്പം അതിനു വേണ്ടി ഞാൻ മനസ്സ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ഒരിക്കലും വെറുതെ ഇരുന്ന് ഞങ്ങൾക്ക് ശീലമില്ല. അതാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലിരുന്ന് അവൻ പറയാനുണ്ട്, ജോലി ചെയ്യും, എനിക്ക് വെറുതെ ഇരുന്ന് ബോറടിക്കുന്നുണ്ട് എന്നവൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് ഉൾക്കൊള്ളുകയാണ്. ജോലി ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ആവുമെന്ന് എനിക്കറിയില്ല. ആയാലും ചെയ്യാം, പരമാവധി ചെയ്യാൻ പറ്റും. ഓക്കെ. കുഞ്ഞമ്മണിക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്.